ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അതായത് നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദമ്മിടുന്നതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ ബിരിയാണി ദമ്മിട്ടെടുക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ബാമ്പുവിൻ്റെ പുട്ടുമേക്കറിലാണ് നമ്മളിത് ദമ്മിട്ടെടുക്കുന്നത്. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ബീഫാണ്. ബീഫ് പോലെ തന്നെ നമുക്ക് മട്ടനോ ചിക്കനോ നമുക്ക് ഇഷ്ടമുള്ള പോലെ, അതേപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ ബിരിയാണിയോ എഗ്ഗ് ബിരിയാണിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ദമ്മിട്ടെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ബിരിയാണിയുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ ചോറാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഗീ നമ്മളുടെ പാന് ചൂടായി കഴിഞ്ഞപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 2 സബോള അരിഞ്ഞത്, അതായത് ഇത് ചെറിയ സബോളയാണ്, അതുകൊണ്ട് ഞാൻ 2 സബോള എടുത്തിട്ടുണ്ട്. അത് നേരിയതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വറുത്ത് കോരി മാറ്റണം. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സബോളയാണ് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യുന്ന സബോളയില്ലേ, ആ സബോളയാണ്. അപ്പം നമ്മൾ ഈ സബോള ഒന്ന് മൊരിഞ്ഞ് വരുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ നട്ട്സും അതേപോലെ തന്നെ നമ്മളുടെ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ സബോളയും ഈ കാഷ്യൂനട്ടും അതേപോലെ തന്നെ ഈ മുന്തിരിയും നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുമിച്ച് കോരിയെടുക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ സബോള മൊരിഞ്ഞ് വരുന്ന സമയത്ത് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തു. അത് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ലാസ്റ്റ് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി നമുക്ക് പെട്ടെന്ന് തയ്യാറായി കിട്ടും. അപ്പോൾ 3ഉം തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം. ആദ്യം സബോള വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ നെയ്യിൽ തന്നെ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 3ഉം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇനി ഈ പാനിൽ തന്നെ ആവശ്യത്തിന് നെയ്യുണ്ട്. നമ്മൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച നെയ്യ് അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, അതേപോലെ തന്നെ ജാതിപത്രി ഒരു കഷ്ണം, ഗ്രാമ്പു ഒരു 2-3 എണ്ണം, പിന്നെ ബ്ലാക്ക് ഏലക്കായ ഒരെണ്ണം, സജീരകം 1 ടീസ്പൂണ്, ബേ ലീവ്സ് 2 എണ്ണം. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതായത് ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. മസാലകളൊന്നും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇത്രയും അളവിൽ ഇട്ട് കൊടുത്താൽ മതി. അതാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് മസാല ഇട്ട് കൊടുത്തെന്ന് വെച്ചിട്ട് ബിരിയാണിയുടെ ടേസ്റ്റ് കൂടുതലല്ല ചെയ്യുക, കുറയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കണ അരി ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വെള്ളം കളഞ്ഞ് വെച്ചേക്കണേ. ഇത് ടിൽഡയുടെ ബസ്മതി റൈസാണ്. അപ്പോൾ ബസ്മതി റൈസ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 5 കപ്പ് അരി ഉണ്ട് കേട്ടോ. ഈ 5 കപ്പ് അരി എന്ന് പറയുന്നത് 200 ml ഒരു കപ്പിൽ 5 കപ്പായിട്ട് അരി എടുത്തേക്കാണ് ചെയ്യുന്നത്. ഇത് 1 കിലോ ബീഫിനാണ് ഞാനിവിടെ 5 കപ്പ് അരി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ അരി ഒന്ന് ചൂടാവുന്നത് വരെ ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ കഴുകി വെച്ചേക്കുന്ന അരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഡ്രൈ ആയിട്ട് കിട്ടുമൊന്നുമില്ല. പക്ഷേ ഈ അരി എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചൂടെത്തുന്ന വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരി ഒന്ന് ചൂടായി എന്ന് കണ്ടാൽ നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളമായിട്ട് 10 കപ്പ് വെള്ളം ഇവിടെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തിളച്ച വെള്ളം ഞാനിപ്പോൾ ഇവിടെ അരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അരി അളന്ന ഗ്ലാസ്സിൽ തന്നെ നമ്മൾ വെള്ളം അളന്നിട്ട് അരിയുടെ ഇരട്ടി വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിപ്പോൾ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട്, അതായത് നമ്മൾ നല്ലപോലെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് നേരം ഒന്നും മൂടി വയ്ക്കുക. അത് ആവശ്യത്തിന് വേവണ വരെ ഒന്ന് മൂടി വയ്ക്കാം. വളരെ കുറച്ച് നേരം തന്നെ മൂടി വെച്ചാൽ മതി. അപ്പം നമ്മളുടെ വെള്ളമൊക്കെ ഫുള്ള് വറ്റി നമ്മളിത് വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ സബോള, അതേപോലെ കാഷ്യൂനട്ട്, മുന്തിരി എല്ലാം കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ദമ്മിട്ടെടുക്കാനുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈ സബോളയൊക്കെ നമ്മൾ ഇതിലേക്ക് ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇവിടെ ബാമ്പു മേക്കറിൽ ഇട്ടിട്ടാണല്ലോ നമ്മളിപ്പോൾ ദമ്മിട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് നല്ലപോലെ മിക്സാക്കി കൊടുത്താൽ മതി. ഈ സബോളയൊക്കെ ഇതിലേക്ക് ഒന്ന് മിക്സാക്കിയിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ചാൽ മതി. ഇനി നമുക്ക് ബീഫ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ ബീഫ് നമ്മളിപ്പോൾ ഇവിടെ വേവിക്കാനുള്ള കുക്കറിലേക്ക് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും, അതേപോലെ തന്നെ ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു അളവ് പറയുന്നില്ല. അതേപോലെ തന്നെ
നമുക്ക് കുറച്ച് തൈര്. ഇത് നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് ഇല്ലെങ്കിൽ നമുക്ക് പകരം വേണമെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള മോര് ചേർത്ത് കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല കട്ടി തൈരാണ്. അപ്പോൾ കട്ടി തൈര് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ടി തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബീഫും ഉപ്പും മഞ്ഞളും കൂടിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം മൂടി വയ്ക്കുക, ഒരു അരമണിക്കൂർ മൂടി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ വെള്ളം മതി, ഒരു 1/4 കപ്പിനേക്കാളും കുറഞ്ഞ അളവിൽ വെള്ളം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൈരൊക്കെ മിക്സാക്കി വെച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 1/4 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പിനേക്കാളും കുറഞ്ഞ അളവിലോ ആയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് നമ്മൾ 5-6 വിസിൽ വരുത്താം. അപ്പോൾ നമ്മളുടെ ബീഫ്, നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ ഇതനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോൾ വേവ് കൂടുതലുള്ള ബീഫാണെങ്കിൽ കുക്കർ മൂടി തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ മൂടി തുറന്നിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബീഫ് വേവുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാന് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് തന്നെയാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 3 സബോള നമുക്ക് എടുക്കണം. അതായത് ഇത് ചെറിയ സബോളയാണ്, അതുകൊണ്ട് 3 സബോള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള തക്കാളിയും ചെറുതായത് കൊണ്ട് തന്നെ തക്കാളി ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ 2 സബോളയും 2 തക്കാളിയും മതിയായിരിക്കും. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മസാലയിൽ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. വളരെ കുറഞ്ഞ അളവിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് മസാലകൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ആയി കിട്ടും. അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് നിങ്ങൾ ഉപ്പിടുക. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇനി ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കുകയാണ്. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അത് ഒന്ന് നമുക്ക് ശരിയായി കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചതച്ചെടുക്കാനുണ്ട്. അതായത് നമ്മൾ 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും അതേപോലെ തന്നെ 1 പിടി നാളികേരം ചിരകിയതും കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അധികം വെള്ളമില്ലാണ്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരഞ്ഞു കിട്ടാനുള്ള ഒരു കുറച്ച് വെള്ളം മാത്രം നമ്മൾ ചേർത്താൽ മതി കേട്ടോ. വളരെ കുറഞ്ഞ അളവിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് എത്ര ആവശ്യമുണ്ടോ അത്രയും അളവിലുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാനാണ് ഈ അരപ്പ്. അപ്പോൾ നമ്മളുടെ മസാല ഇങ്ങനെ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഈ സബോളയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വഴന്നു തോന്നിയാൽ നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വളരെ കുറഞ്ഞ അളവിലുള്ള എരിവോടെ ചേർക്കുന്നുള്ള ഒരു പച്ചമുളകും 1/2 ടീസ്പൂണ് മുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, അതായത് മുളക് പൊടിയുടെ ഇരട്ടി അളവിലുള്ള മല്ലിപ്പൊടി എടുക്കണം. പിന്നെ വീണ്ടും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൽ നമ്മൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂണ് മീറ്റ് മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പൊടികൾ കരിയാണ്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ചേർക്കുമ്പോൾ എരിവൊക്കെ വളരെ കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കണ്ട. അപ്പോൾ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഒക്കെ മിതമായ അളവിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ കറി ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാല ചേർക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലി പുതിന കോക്കനട്ടും കൂടി അരച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ 1-2 മിനിറ്റ് ഒന്ന് മൂടി വെക്കുകയാണ് കേട്ടോ. 1-2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. അധികം നേരം ഒന്നും മൂടി വെക്കണ്ട. നമ്മളിനി ബീഫും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒരു 5 മിനിറ്റ് മൂടി വെക്കും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്ന് അപ്പോഴേക്കും നമ്മളുടെ ബീഫും ഇവിടെ കുക്കറിൽ നമ്മൾ വിസിൽ വരാൻ വെച്ചിരിക്കുന്ന ബീഫും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനൊക്കെ വെന്തിട്ട് അപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ട് ബീഫും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിതിപ്പോൾ വീഡിയോ ആയിട്ട് കാണിക്കുമ്പോഴാണ് നമ്മൾക്ക് ആദ്യം റൈസ് തയ്യാറാക്കി പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ബീഫ് തയ്യാറാക്കുന്നത് കാണിക്കുന്നത്. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾക്ക് ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
അതുകൊണ്ടാണ് നമ്മൾ ആദ്യം റൈസിൻ്റെ ഒരു ഭാഗം കാണിച്ചിട്ട് പിന്നെ ബീഫ് മസാലയുടെ ഭാഗം കാണിക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പാനിൽ നമ്മളിപ്പോൾ ബീഫിനുള്ള മസാല തയ്യാറാക്കുകയാണെങ്കിൽ മറ്റൊരു പാനിൽ നമുക്ക് റൈസും തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് ടൈം എടുക്കില്ലേ ഇങ്ങനെയൊക്കെ ആദ്യം ചോറ് തയ്യാറാക്കി? അങ്ങനെയല്ല കേട്ടോ, നമ്മളിത് ഒരുമിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫും കൂടി ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ള 5 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നിട്ട് നമുക്ക് ബിരിയാണി ദമ്മിടാം. അപ്പം നമ്മുടെ ബാമ്പുവിൻ്റെ കുറ്റി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് നമുക്ക് പുട്ട് മേക്കറിൽ വെക്കാം, അതേപോലെ തന്നെ കുക്കറിലും വെക്കാം കേട്ടോ. കുക്കറിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഇതേപോലെ ചിരട്ടയുടെ ഒരു മൂടിയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സാധാരണ പുട്ട് മേക്കറിനൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെ ഒരു ചില്ലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇത് പുട്ട് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും നമുക്ക് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനൊരു കോലും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ പുട്ട് മേക്കറിനൊക്കെ ഉണ്ടാവണ പോലെയൊക്കെ തന്നെ ഒക്കെ, പക്ഷേ ബാമ്പുവിൻ്റെയും ചിരട്ടയുടെയും ഒക്കെയാണ്. പിന്നെ സാധാരണ ബിരിയാണി ദമ്മിടുന്നതിൽ നിന്നും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ബാമ്പുവിൽ ദമ്മിട്ടെടുക്കുമ്പോൾ. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളിത് വാങ്ങിയിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ആദ്യം ചില്ലിട്ട് കൊടുത്തു, അതിനുശേഷം നമുക്ക് ആദ്യം ഞാനിവിടെ റൈസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആദ്യം റൈസ് ഇട്ട് കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ ബീഫ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പുട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ആക്കിയിട്ടാണെങ്കിലും മിക്സ് ആക്കിയിട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ബീഫും റൈസും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ തന്നെ നമ്മൾക്ക് ഇതിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരുപാട് കുത്തിയിട്ട് ഇടണ്ട. അപ്പോൾ നമുക്ക് ആവി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അത് നമ്മൾ പുട്ട് മേക്കറാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, വല്ലാണ്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ആവി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ മേലെ നമ്മുടെ ചിരട്ടയുടെ മൂടി വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ പുട്ട് മേക്കറിലോ അല്ലെങ്കിൽ കുക്കറിലോ വെച്ചിട്ട് നമുക്ക് ദമ്മിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും നമുക്ക്. പക്ഷേ പുട്ട് മേക്കർ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എല്ലാ പുട്ട് മേക്കറിലും ഇത് പാകാവണമെന്നില്ല. അപ്പോൾ പാകാവുന്ന ടൈപ്പിലുള്ള പുട്ട് മേക്കർ എടുത്തിട്ട് നമ്മളിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാമ്പു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും